കുറച്ച് സമയം മാറ്റി വെച്ചാൽ തന്നെ നമ്മുടെ വീടിൻ്റെ അകം നല്ല ഇൻഡോർ പ്ലാന്റുകൾ വെച്ചിട്ട് അതിമനോഹരമാക്കിയെടുക്കാം കേട്ടോ. ഒട്ടും കാശ് ചിലവില്ലാതെ ഞാൻ ഇന്ന് ഒരു 8 പ്ലാന്റ്സാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. എന്ന വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റ് പല വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ ഇന്ന് നടാൻ പോകുന്നത് സ്നേക്ക് പ്ലാന്റ് നടാൻ പോകുന്നത് ഒരു ചെറിയ ഇതുപോലത്തെ ഈ നമ്മുടെ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കുന്ന പെൻ ഹോൾഡർ ഇല്ലേ, അതാണ് കേട്ടോ. ഇത് കുറേ കാലമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാനിത് വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ഇടുന്ന അതിൽ നിന്നാണ് ഞാനിത് എടുത്തുകൊണ്ട് പെറുക്കി കൊടുന്നിട്ടുള്ളത് കേട്ടോ. ഞാനവിടെ ഒരുപാട് ഇതുപോലത്തെ വേസ്റ്റ് സംഭവങ്ങൾ കുപ്പി പാട്ടൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ ഇന്ന് തിരഞ്ഞു പിടിച്ചെടുത്തു കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ നല്ല ലൂസായിട്ടുള്ള മണ്ണാണ്, ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ നിറക്കുന്നത്. ഇതിന് ഹോൾസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്യാം. പക്ഷേ ഞാനിതിന് ഹോൾസ് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ മണ്ണാണ് ഇന്നിപ്പോൾ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണ് കുറച്ചിട്ടു. പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഇത് ഒരു ഇല മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ചെടി നല്ല റൗണ്ട് പോലെയാണ് വരിക. പക്ഷേ ഞാനിപ്പോൾ ഇതൊരു ലീഫ് മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം മണ്ണൊക്കെ നിറച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ പോലും ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു അപൂർവ ഇനം ചെടികൾപ്പെട്ടതാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. ബെഡ്റൂമിൽ വെക്കാൻ ഏറ്റവും അനുയോജ്യമായ ചെടിയാണ് കേട്ടോ ഈ സ്നേക്ക് പ്ലാന്റ്. വായുവിലുള്ള വിഷാംശങ്ങളൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു സ്വഭാവം ഈ സ്നേക്ക് പ്ലാന്റിനുണ്ട്. കൂടുതൽ ശ്രദ്ധയും പരിചരണവും ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് നട്ടുപിടിപ്പിക്കണം. നമ്മുടെ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന കിഡിലൻ ഒരു ചെടിയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യണത് ഈ ഒരു പ്ലാന്റാണ്. ഇതിപ്പോൾ ഇതാ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെറ്റ് ചെയ്യണം. ഞാൻ ബെഡ്റൂമിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പ്ലാന്റ് ഇവിടെ നമ്മുടെ ബെഡ് ടേബിളിൻ്റെ അടുത്തായിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഞാൻ കുറച്ച് മരുന്നുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിക്കുന്ന മെഡിസിൻസാണ്. രാവിലെ കഴിക്കാനുള്ളത്, അതുപോലെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്, അങ്ങനെ കുറേ മരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മറന്നു പോകും അല്ലെങ്കിൽ മാറ്റി വെച്ചാൽ. അപ്പോൾ തൈറോയിഡ് ഗുളികയൊക്കെ രാവിലെ വെറും വയറ്റിൽ കഴിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ മരുന്നിനൊപ്പം നല്ലൊരു ഒരു പ്ലാന്റും കൂടി ഇരിക്കട്ടെ. നമ്മുടെ റൂമിൽ അത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഓക്സിജൻ നമുക്ക് തരും രാത്രിയിലും. അപ്പോൾ ഒരു കിഡിന് പ്ലാന്റാണ്. അടുത്തത് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് മണി പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെ ഫേവറേറ്റ് പ്ലാന്റാണ് മണി പ്ലാന്റ്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നല്ല നീളമുള്ള വള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടിൽ ഹോൾസ് ഒന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യത്തിന് നല്ല മണ്ണൊക്കെ നിറച്ച്, പിന്നെ നമ്മുടെ ഒരു മരച്ചില്ല കൊണ്ടുവന്ന് അതിൻ്റെ മേലെ ചൂടിക്കയറൊക്കെ ചുറ്റി ഞാനിതിൽ പ്ലാന്റ് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യത്തിന് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നീളമുള്ളൊരു വള്ളി എടുത്തിട്ട് ഈ ഒരു വള്ളിയുടെ മുകളിൽ, ഈ ഒരു കയറിൻ്റെ മുകളിലേക്ക് പടർത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വീട്ടിലേക്ക് സമ്പത്തും പോസിറ്റീവ് എനർജിയും ആകർഷിക്കുമെന്നാണ് നമ്മുടെ ഈ മണി പ്ലാന്റിനെ പറ്റിയിട്ട് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ റേഡിയേഷനൊക്കെ ഒഴിവാക്കാനൊക്കെ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി നിറക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ പ്ലാന്റാണ് മണി പ്ലാന്റ് കേട്ടോ. വെള്ളത്തിലും മണ്ണിലൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. 2 നീളമുള്ള വള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും മണ്ണിൽ നട്ടു കൊടുത്തിട്ട് പിന്നെ അത് അതിൻ്റെ മുകളിലേക്ക് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ തൽക്കാലം വെക്കുന്നത്. നമുക്ക് അകത്തും വെക്കാൻ പറ്റും. നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഞാനത് അവിടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം കയറി വരുന്നിടത്ത് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ നടാൻ പോകുന്നത് CC പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്നൊരു കിഡിലൻ പ്ലാന്റ് ആണ്. ഒട്ടും വെള്ളമില്ലെങ്കിലും ഇത് നന്നായിട്ട് വളരും. അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ CC പ്ലാന്റ്. അപ്പോൾ ഇതിനങ്ങനെ ഒരു കെയറിങ്ങിൻ്റെ ഒരു ആവശ്യമേ ഇല്ല. അപ്പോൾ കഴിഞ്ഞ 2 ചെടികൾ നട്ടതിനും ഒട്ടും കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. നടുക, ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക, അത്രയൊക്കെ മതി. അത് നന്നായിട്ട് തന്നെ വളർന്നോളും. അപ്പോൾ നമ്മൾ CC പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇലകൾ ചീഞ്ഞു പോകാതിരിക്കാൻ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള മണ്ണാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു കപ്പാണ് കേട്ടോ. ഈ ഒരു കപ്പ് എനിക്ക് എവിടുന്നോ വീണ് കിട്ടിയതാണ്. നമ്മളെ വീട്ടിലെ ബാൽക്കണിയിൽ ഒരു കാക്ക കൊടുന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ കപ്പ്.
അപ്പം ഞാനത് ഇങ്ങോട്ട് എടുത്തു വെച്ചു. ആദ്യം ഞാനത് പുറത്തേക്ക് കളഞ്ഞു, പിന്നെയും വീണ്ടും അവിടെ തന്നെ കൊടുന്നിട്ട് കാക്കകൾ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് തന്നെ എടുക്കാം. പക്ഷേ അതിന് പകരമായിട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു വെള്ള ബോട്ടിൽസില്ലേ, അത് 6 ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിലൊരെണ്ണം മിസ്സായിപ്പോയി. നല്ല കാറ്റും മഴയൊക്കെ വന്നപ്പോൾ അത് പറന്നു പോയിട്ട്, അതും ഞാൻ ബാൽക്കണിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പറന്നു പോയിട്ട് അതിലൊരെണ്ണം എനിക്ക് മിസ്സായിപ്പോയി. അപ്പം നമുക്കൊരെണ്ണം കിട്ടും, അതേപോലെ ഒരെണ്ണം നമുക്ക് വെറുതെ കിട്ടുന്നതിന് പകരം നമ്മളേന്നും വെറുതെയും എന്തെങ്കിലുമൊക്കെ പോകുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് CC പ്ലാന്റിൻ്റെ കാര്യം. അപ്പോൾ CC പ്ലാന്റ് ഞാനിതാ ഈ ഒരു കപ്പിലാണ് നട്ടിട്ടുള്ളത്. എനിക്കിതിൻ്റെ ഓണർ അറിയാത്തത് കൊണ്ടാണ് ഞാൻ തിരിച്ചു കൊടുക്കാത്തത്. അപ്പോൾ അതിൽ മണ്ണൊക്കെ ഇട്ട് ചകിരിയും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ലൂസ് മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനൊരു കിഴങ്ങുണ്ട്. അത് നമ്മളൊരു കമ്പ് നട്ട് കഴിഞ്ഞാലും അതിന് നന്നായിട്ട് കിഴങ്ങ് വരും. എന്നിട്ട് അതിൽ നിന്ന് പൊട്ടി മുളച്ചിട്ട് വരികയാണ് ചെയ്യുക. ഒരു തണ്ട് ഉണങ്ങി പോകുമ്പോൾ ആ കിഴങ്ങ് അവിടെ ഉണ്ട് വെച്ചെങ്കിൽ വീണ്ടും അതിൽ നിന്ന് പ്ലാന്റൊക്കെ സെറ്റായിട്ട് വരും കേട്ടോ. വീടിൻ്റെ അകം മോഡേൺ ലുക്കാക്കാൻ ഈ ഒരു ചെടി നല്ല അടിപൊളിയാണ്. ഞാനിത് റൂമിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഉമ്മാടെ റൂമിലുള്ളൊരു ചെറിയൊരു സ്റ്റഡി ടേബിളാണ് കേട്ടോ. അതിൻ്റെ ഭാഗത്താണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ അവിടെ ഒരു കലണ്ടർ ഇരിക്കുന്നില്ലേ, അത് അടിപൊളി കലണ്ടറാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ സെറ്റായിട്ടിരിക്കട്ടെ. അടുത്തത് ഇനി അടിപൊളി ചെടിയാണ് നടാൻ പോകുന്നത്, ലക്കി ബാമ്പു ഞാൻ മുന്നേയും വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വേര് വന്നിട്ടുള്ള ലക്കി ബാമ്പു തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ മുകളിലേക്ക് ഉള്ളതൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതേപോലെ ഒരു പാട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു ബോട്ടിലായിരുന്നു, അത് പെയിൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് ഞാൻ ഇതേ പോട്ടി മിക്സ് തന്നെ ചെയ്യുന്നത്. ചകിരിയും അതുപോലെ മണ്ണും കൂടി കലർത്തിയിട്ടുള്ള പോട്ടി മിക്സ് തന്നെയാണ് ചെയ്തത്. ഈ ഒരു ബോട്ടിൽസിനും ഞാൻ ഹോൾസ് ഇട്ടിട്ടില്ല. ഞാൻ അകത്ത് വെക്കുന്ന ഒരു ചെടിച്ചട്ടിക്കും ഹോൾ ഇടാറില്ല കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് നനച്ചു കൊടുക്കാറ്. നന്നായി ഡ്രൈ ആകുമ്പോഴാണ് വെള്ളം നന്നായിട്ട്, നമ്മുടെ പോട്ട് നന്നായിട്ട് മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രമാണ് ഞാൻ വെള്ളം നനച്ചു കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഒരു നനച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ചെടി നല്ല ഉഷാറിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നെ നമ്മൾ ആ ചെടീനെ നോക്കേണ്ട കാര്യമില്ല, നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പം നല്ല വേനൽക്കാലമാണെങ്കിൽ ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ചു കൊടുക്കണം. അല്ലെങ്കിൽ മഴക്കാലത്തൊന്നും ഇതിനധികം നനവിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ നമ്മളിപ്പോൾ നടുന്ന ഈ ചെടികളൊന്നും അധികം വെള്ളം അതുപോലെ വെയിലൊന്നും ആവശ്യമില്ലാത്ത ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു 8 ചെടികളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേര് വന്നിട്ടുണ്ട് ലക്കി ബാമ്പുവിന്. ഇത് നമ്മൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് തന്നെ വേരൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് കാണും. ഇപ്പോൾ ഈ ബോട്ടിൽസിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മണ്ണാണ് ചേർക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളമാണെങ്കിൽ നമുക്ക് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ മണ്ണ് നിറച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെടി നടുകയാണെങ്കിൽ, ഹോൾസ് ഒന്നും ഇടാണ്ട് ചെടി നടുകയാണെങ്കിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് മെയിൻറ്റെയിൻസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഹോൾ ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് അതുപോലെ തന്നെ നമ്മൾ ഏത് ചെടിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വെക്കുക. പിന്നെ ഇതിൻ്റെ നനവിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. മണ്ണ് ഇടുമ്പോൾ നനവിൻ്റെ കാര്യത്തിൽ വെള്ളം ഇങ്ങനെ നല്ല ഇങ്ങനെ തളം കെട്ടി നിൽക്കരുത്. അത്യാവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ലക്കി ബാമ്പു എന്ന് പറഞ്ഞാൽ ഫെങ്ഷൂയി നമുക്ക് എന്തായാലും ഓർമ്മ വരും. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഭാഗ്യവും സമാധാനവും ഐശ്വര്യമൊക്കെ കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് ലക്കി ബാമ്പു എന്നാണ് അവർ പറയുന്നത്. ഇവർ ഈ ചൈനക്കാരുണ്ടല്ലോ, അവർ ഇത് ഒരെണ്ണമായിട്ട് വെക്കും, 2 എണ്ണമായിട്ട് വെക്കും. വെള്ളത്തിൽ വെക്കുമ്പോൾ നടുമ്പോൾ അങ്ങനെ ചെയ്യും. 3 എണ്ണമായിട്ട്, 5 എണ്ണമായിട്ട്, 4 എണ്ണമായിട്ടൊക്കെ. അപ്പോൾ ഓരോ നമ്പേഴ്സിനും അവരുടെ വിശ്വാസത്തിൽ ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് വായിക്കാനൊക്കെ കിട്ടും. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, എന്താണ് അവർ പറയുന്നതെന്ന്. ഓഫീസുകളിലും അതുപോലെ തന്നെ നമ്മുടെ റൂമിലെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു ലക്കി ബാമ്പു. ഞാനും ഇതേപോലെ തന്നെ ഒരു ടേബിളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും അവിടെ സെറ്റായിട്ടുണ്ട്. അടുത്തത് ഇനി ഞാനുമായിട്ട് അധികം സെറ്റാവാത്തൊരു ചെടിയാണ് കേട്ടോ, പീസ് ലില്ലി. ഇതിന് ഫ്ലവർ ഉണ്ടാവാനൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ അതിന് പൂക്കൾ ഉണ്ടാകുന്ന പരീക്ഷണത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയുടെ തൊലിയും മുട്ടത്തോടും അതുപോലെ ചായപ്പിണ്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഹോൾസ് ഇടാത്തൊരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ 2 പീസ് ലില്ലിയുടെ തൈകൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. 2 ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിന് കഞ്ഞിവെള്ളം, നമ്മുടെ അരി കഴുകിയ വെള്ളമില്ലേ, അത് നേർപ്പിച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഞാൻ മിക്കപ്പോഴും ഇങ്ങനത്തെ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനാട്ടിലും ഇൻഡോർ പ്ലാന്റ്സിന് ഇതേപോലെ അരി കഴുകിയ വെള്ളമോ അല്ലെങ്കിൽ പാലിൻ്റെ കവറ് കഴുകിയതോ അങ്ങനെയുള്ളതൊക്കെയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കാറ്. വെള്ളം ഞാൻ എപ്പോഴെങ്കിലും അതില്ലെങ്കിൽ മാത്രമാണ് ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. നമ്മുടെ പീസ് ലില്ലിക്ക് ചെറുതായിട്ടൊരു വെയിലൊക്കെ വേണം. അപ്പോൾ നല്ല ജനലിൻ്റെ അരികിലൊക്കെ വെയിൽ ചെറുതായിട്ട് ഇൻഡോറായിട്ട് വെക്കുമ്പോൾ നമ്മുടെ അകത്ത് വെയിൽ കിട്ടുന്ന ഒരു ഷെയ്ഡ് നോക്കിയിട്ട് വേണം കേട്ടോ ഈ പീസ് ലില്ലി വെച്ച് കൊടുക്കുക. ഞാൻ സിറ്റ് ഔട്ടിലാണ് വെച്ചിട്ടുള്ളത്. അടുത്ത് നമ്മുടെ റിച്ച് ചെടി കേട്ടോ, നമ്മുടെ അഗ്ലോണിമ പ്ലാന്റിൻ്റെ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇൻഡോർ പ്ലാന്റാണ് ഈ അഗ്ലോണിമ കേട്ടോ. നല്ല പച്ചയും ചുവപ്പൊക്കെ നിറത്തിലുള്ള ഇലകൾ നമ്മുടെ വീടിന് ഒരു റിച്ച് ലുക്ക് നൽകുകയും ഇടയ്ക്കെടുത്തിട്ട് നമ്മൾ ഈ ചട്ടിയൊക്കെ ഒന്ന് എടുത്ത് കഴുകി അതിൻ്റെ ഇലകളൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് നനച്ചും കൊടുക്കണം കേട്ടോ അഗ്ലോണിമയ്ക്ക്, എന്നാലാണ് ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഹാളിൽ സ്റ്റെയറിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അഗ്ലോണിമ. ഒരു 8-9 പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതിൻ്റെ വെറൈറ്റികൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റെപ്പൊക്കെ നല്ല അടിച്ച് വാരി തുടച്ച് നല്ല അടിപൊളിയാക്കി പ്ലാന്റ്സൊക്കെ എടുത്ത് നന്നായി കഴുകി, ഇലകളൊക്കെ നന്നായി കഴുകി, ചട്ടിയൊക്കെ നന്നായി കഴുകി തുടച്ചിട്ട് വീണ്ടും റീസെറ്റ് ചെയ്യാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. മാസത്തിലൊരിക്കൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വൃത്തിയിലിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ ലുക്കൊന്ന് കണ്ടു നോക്കാം. വീടിൻ്റെ ഇൻറ്റീരിയലിന് ലക്ഷറി ലുക്ക് നൽകുന്ന അതിമനോഹരമായ ഇലകളാണ് കേട്ടോ നമ്മുടെ അഗ്ലോണിമയ്ക്കുള്ളത്. പോലും ഈ ഒരു ചെടീനെ മികച്ച വായു ശുദ്ധീകരണ ചെടിയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. അടുത്തത് അഗ്ലോണിമ പോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ചെടിയാണ് സിങ്കോണിയം. ഈ 2 പ്ലാന്റ്സും ഞാൻ ഒരേ ടൈമിലാണ് കേട്ടോ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ വെറൈറ്റികളും ഒട്ടും കാശ് ചിലവില്ലാതെ നമ്മൾ ഓസിക്ക് ഓരോ ആൾക്കാരേതും എടുത്തിട്ടുള്ള ചെടിയാണ് കേട്ടോ സിങ്കോണിയം അഗ്ലോണിയമൊക്കെ. അപ്പോൾ അതിൻ്റെ പല പല വെറൈറ്റികളുണ്ട്. പിന്നെ ഇത് സാധാരണ ഗാർഡൻ മണ്ണും അല്പം മണലൊക്കെ ചേർത്തുള്ള മിശ്രിതം തന്നെ ഇത് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഞാൻ നമ്മുടെ വേറെ പഴയ ചട്ടിയിൽ നിന്നുള്ള മണ്ണാണ് കേട്ടോ ഇപ്പോൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻഡോറായിട്ട് വെക്കുന്ന പോട്ട്സിനൊന്നും ഹോൾസ് ഇതിനും ഇടുന്നില്ല. പിന്നെ ഞാൻ 5 ചെടിച്ചട്ടിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 5 എണ്ണത്തിലും 5 വെറൈറ്റീസാണ് കേട്ടോ വെക്കുന്നത്. ഈ സിങ്കോണിയം ചെറിയ ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റും കേട്ടോ. വലിയ ചട്ടിയിലാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഒരുപാട് തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഇതിനും അങ്ങനെ തന്നെ കേട്ടോ. മണ്ണ് ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഈ ചെടി വെക്കുകയാണെങ്കിൽ വീട്ടിൽ ഉള്ള ഈർപ്പത്തിൻ്റെ കളവില്ല അതൊക്കെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ചെടി കൂടിയാണ്. വളരെ വേഗത്തിൽ വളരും. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്കൊക്കെ ഇപ്പോൾ ചെടികളൊക്കെ വെക്കുന്ന തുടക്കക്കാർക്കൊക്കെ ഇത് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇത് ഒരിക്കൽ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര തൈകൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സ്റ്റെയറിൽ തന്നെയാണ് നമ്മുടെ സിങ്കോണിയം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ അഗ്ലോണിമയും ഒരു സൈഡിൽ സിങ്കോണിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൽ നടന്നു പോകാനൊക്കെ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ പോട്ട്സ് അല്ല ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നടന്നു പോകാൻ പറ്റും. ഇനിയിപ്പോൾ ലാസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്ന ചെടി എന്താണെന്ന് വെച്ചാൽ ഫിലോഡൻഡ്രൻ. ഈ ഒരു ചെടിയും കൂടി നമുക്ക് ഇൻഡോറായി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സുകൾ പൂർണ്ണമാക്കാൻ പറ്റില്ല കേട്ടോ. ഈ ചെടികൾക്ക് നടാൻ ആവശ്യം നല്ല വായുസഞ്ചാരമുള്ള മണ്ണാണ്. വെള്ളത്തിൽ നല്ല ഈസി ആയിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു ഗ്ലാസ് ബൗളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിൽ വെള്ളം നിറച്ചിട്ട് ഈ ഒരു ചെടി വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നല്ല അലങ്കാര മത്സ്യങ്ങളൊക്കെ അതിലിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ടീപ്പോയുടെ മുകളിലൊക്കെ വെക്കാം. അതുപോലെ ഡൈനിങ് ടേബിൾ മേലൊക്കെ വെക്കാം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ ഞാൻ വെള്ളത്തിൽ വെച്ച് കൊടുക്കണില്ല. ഞാൻ ഈ ചെടിയും മണ്ണിൽ തന്നെയാണ് നട്ട് കൊടുക്കുന്നത്. ബോട്ടിൽസിന് ഹോളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഫിലോഡൻഡ്രനും നല്ല വായു ശുദ്ധീകരണമുള്ള ചെടി തന്നെയാണ്. വിഷവാതകങ്ങളൊക്കെ വലിച്ചെടുക്കാനും പിന്നെ നല്ല വായു നിരാനൊക്കെ ഈ ചെടിക്കും നല്ല കഴിവുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൃദയാകൃതിയിലുള്ള പച്ചപ്പാർന്ന ഇലകൾ കാണുന്നത് തന്നെ നമ്മുടെ മനസ്സിനും കണ്ണിനൊക്കെ നല്ല കുളിർമ തരും. വളർത്താനും നല്ല എളുപ്പമാണ്. കുറഞ്ഞ വെളിച്ചത്തിൽ വീടിനുള്ളിൽ സാധാരണ ഊഷ്മാവിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റും. നമ്മൾ നല്ല വലിയ ബോട്ടിൽസിലൊക്കെ നടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കണ കാണാം.
ഞാൻ അങ്ങനെ ഒരു പരീക്ഷണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൊക്കെ ആകുമ്പോൾ കാണിച്ചു തരണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ ബോട്ടിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇനി എവിടെ വെക്കുന്നതെന്ന് കാണട്ടെ. ഞാനിപ്പോൾ തൽക്കാലം ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ചെടി വെക്കാൻ എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കില്ല. ഞങ്ങളുടെ ചെറിയൊരു ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഞങ്ങൾ കുഞ്ഞൊരു ഫാമിലിയല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വലിയ ഡൈനിങ് ഹാളൊന്നുമില്ല. അപ്പോൾ അതിനോട് ചേർന്നൊരു ചെറിയൊരു ടേബിളാണുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഒരു പ്ലാന്റൊന്നും വെക്കാനുള്ള സൗകര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടെ അങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റി നമ്മുടെ ഹാളിലേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 8 പ്ലാന്റ്സും ഞാൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ്സ് റൂമിലും കുറച്ച് പ്ലാന്റ്സ് ഹാളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.